സെന്റിന് വെറും 25,000 രൂപക്ക് ഈ കാണുന്ന മഡ് ഹൗസോട് കൂടിയ ഒരു 1.5 ഏക്കർ സ്ഥലമാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത്. മഡ് ഹൗസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മുകൾ ഭാഗമൊക്കെ ഡ്രസ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഡ്രസ് വർക്കിൽ ചെയ്തതിന്റെ മുകളിൽ ഓട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റൂമും ചെറിയൊരു പോർഷനൊക്കെ ആയിട്ടുള്ള ഒരു മഡ് ഹൗസ് ആണ്. പക്ഷേ ഇതിൽ കറണ്ട് ഉണ്ട്, ഈ വീടിന് പെർമിറ്റ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതില് പണിക്കാർക്ക്, ഇവിടെ വരുന്ന പണിക്കാർക്ക് താമസിക്കാം, അല്ലെങ്കിൽ വീടിന്റെ ഓണർ ഇവിടെ വരുന്ന സമയത്ത് താമസിക്കാം. ഒന്ന് ചെറിയ രീതിയിൽ ഒരു റിനോവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ താമസിക്കാൻ നല്ല സുഖമുള്ള ഒരു സ്ഥലമാണ്. അത്യാവശ്യം നല്ല തണുപ്പിൽ തന്നെ നിൽക്കാം. ഈ മരങ്ങളുടെ ഒക്കെ ചുവട്ടിലാണ് നമ്മുടെ മഡ് ഹൗസ് വരുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ പ്രധാനമായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, മുകൾ ഭാഗത്തായിട്ട് കുറച്ച് റബ്ബറുകളുണ്ട്. ഇതിനൊക്കെ പുറമെ ഒരുപാട് ഫലവൃക്ഷങ്ങൾ, പ്ലാവ്, മാവ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫലവൃക്ഷങ്ങളും നമുക്കിവിടെ കാണുന്നുണ്ട്. ഏതൊരു പ്രോപ്പർട്ടിയുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആ പ്രോപ്പർട്ടിയിലുള്ള വെള്ളം എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള കംപ്ലീറ്റ് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഓലിയാണ്. ഓലി എന്താന്ന് പറയാം. ഓലി എന്ന് പറയുന്നത് ചെറിയ ആഴത്തിലുള്ള കുളം പോലത്തെ കിണറുകളെയാണ് ഓലി എന്ന് പറയാം. ഇത് അധികം ആഴമില്ലാത്ത ഒരു ഓലിയാണ് വരുന്നത്, ഒരു കിണറാണ് വരുന്നത്. ഇതിൽ നിന്നാണ് നല്ല രീതിയിൽ വേനൽക്കാലത്ത് പോലും വറ്റാത്ത ഒരു വെള്ളം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഓലിയുടെ ഒരു കാര്യം. നമുക്ക് ചെറിയ ആഴത്തിൽ തന്നെ വെള്ളം കിട്ടുന്ന ഈ ഒരു ഓലി ഈ രീതിയിൽ ഇവിടെ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആഴത്തിൽ തന്നെ വെള്ളമുള്ള കിണറിനോട് സമാനമായിട്ടുള്ള ഒരു വാട്ടർ സോഴ്സ് ആണ് നമുക്കിവിടെ കാണുന്നത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. നമ്മളെ ഈ പ്രോപ്പർട്ടിയിൽ ഒരു ഓലി ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമതൊരു വാട്ടർ സോഴ്സും കൂടെ നമുക്ക് അവകാശമുള്ള ഒരു വാട്ടർ സോഴ്സ് ഉണ്ട്. ആ കാണുന്ന ഒരു കിണർ, ആ കാണുന്ന കിണറിൽ നിന്നും 3-4 വീട്ടുകാർ താഴെ ഭാഗത്തേക്ക് വെള്ളം എടുക്കുന്നുണ്ട്. എന്നാലും വേനലിലും നല്ല രീതിയിൽ വെള്ളമുള്ള ആ ഒരു കിണറാണ് മറ്റൊരു വാട്ടർ സോഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് ഈസി ആയിട്ട് വെള്ളം എടുക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഫാമോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കിട്ടും. ഇവിടുത്തെ ഒരു നല്ലൊരു പ്രത്യേകതയാണ് ഈ ഒരു മണ്ണ്. വളരെ നല്ല മണ്ണാണ്, ഏതൊരു കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് വരുന്നത്. നമുക്ക് ഈ തെങ്ങ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു തെങ്ങാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇതിലുള്ള പ്ലാവ്, മാവ് ഒക്കെ നല്ല രീതിയിൽ, പ്ലാവൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ചക്ക ഉള്ള, അതും നല്ല ചക്ക തരുന്ന, അതുപോലെ മാവ് നല്ല ഫലം തരുന്ന, എല്ലാ ഫലവൃക്ഷങ്ങളിലും നല്ല ഫലമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തെങ്ങ്, കുരുമുളക് പോലുള്ള എല്ലാത്തിലും നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ വേറെ കൃഷി പർപ്പസിനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും വളരെ നല്ല മണ്ണായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ലഭിക്കും. ഈ പ്രോപ്പർട്ടിയിലുള്ള റബ്ബർ മരങ്ങളാണ് 105 ഇനത്തിൽപ്പെട്ട ഈ റബ്ബർ മരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാലിൻ്റെ അളവാണിത്. ഇത് 2 ദിവസം മാത്രമുള്ള പാലിൻ്റെ അളവാണ് ഈ കാണുന്നത്. ഇത്രയും നല്ല രീതിയിലുള്ള പാല് ഈ മരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. നിലവിൽ മണ്ണുള്ള റോഡാണെങ്കിലും ഈ അടുത്ത് തന്നെ പഞ്ചായത്തിൽ നിന്നും ഈ കാണുന്ന പോസ്റ്റ് വരെയുള്ള പോർഷനിലേക്ക് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് പാസ്സായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ ഈ രീതിയിലുള്ള ഈ ഒരു പോർഷൻ കോൺക്രീറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് എന്തായാലും കൂടുന്നുള്ളത് ഉറപ്പാണ്. ഇനി നമ്മൾ സെയിൽ ചെയ്യാനല്ല, ഇതൊരു ഫാം പർപ്പസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ റോഡിൽ നിന്നും നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് വഴി കൊടുക്കാൻ കഴിയും. ഇപ്പം നിലവിൽ തന്നെ ഇതിങ്ങനെ വഴി രീതിയിലുണ്ട്. നമുക്കൊരു വണ്ടിയൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നേരെ വഴി കൊടുക്കാൻ കഴിയും. നമുക്ക് ഇതിലധികം പണിയെടുക്കാതെ തന്നെ ഒരു റോഡ് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നേരെ ഈ ഭാഗത്ത് ഷെഡൊക്കെ ചെയ്യാൻ കഴിയും. ഇനി താഴേക്ക് വേണമെങ്കിൽ ആ രീതിയിൽ ഷെഡ് ചെയ്യാം. ഇനി ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് റോഡിന്റെ ഈ ഭാഗത്തും അതുപോലെ ഈ ഭാഗത്തും നമുക്കിത് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പോർഷൻ ആക്കിയിട്ടും നമുക്കിത് കൊടുക്കാൻ കഴിയും. ഈ ഫാം ചെയ്യുമ്പോൾ ഇതിലേക്കും നമുക്ക് വഴി വെട്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയും. മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന തോട്ടുമുഖത്തിനടുത്തുള്ള എടക്കാട്ടുപറമ്പ് ഭാഗത്തുള്ള ഈ ഒരു 1.5 ഏക്കർ പ്രോപ്പർട്ടി വെള്ളം, അതുപോലെ കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.